മൂവാറ്റുപുഴയിലെ പുഴയോര നടപ്പാതയിൽ ഇല്ലിക്കാടും ചെടികളും വളർന്ന് സന്ദർശകർക്ക് ദുരിതമായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗതയെന്ന് പരാതി. കൊച്ചുകുട്ടികളടക്കം കുടുംബസമേതം എത്തുന്നവരും വഴിവിളക്കുകൾ പോലുമില്ലാത്ത പുഴയോര നടപ്പാത ഒഴിവാക്കുകയാണ്. നടപ്പാതയുടെ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. മൂവാറ്റുപുഴയെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധത്തിൽ സൗന്ദര്യവൽക്കരിച്ച് ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞ അധികാരികൾ നഗരം വാഴാനുള്ള അംഗം കഴിഞ്ഞുള്ള വിശ്രമത്തിലാണെന്ന് നാട്ടുകാർ പരിഹസിക്കുമ്പോൾ അവർക്ക് ചൂണ്ടിക്കാട്ടാൻ ഉത്തരവാദിത്തമില്ലായ്മയുടെ പ്രത്യക്ഷ തെളിവായി പലതുമുണ്ടാവും. അതിലൊന്നാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മുൻ MLA ജോസഫ് വാഴയ്ക്കൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പുഴയോര വാക്വേ പദ്ധതി. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും നാട്ടുകാർക്കും പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും ഏറെ ഉപകാരപ്രദമായ പുഴയോര നടപ്പാത യാഥാർത്ഥ്യമായപ്പോൾ നാട്ടുകാരുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ് പൂവണിഞ്ഞത്. എന്നാൽ പിന്നീട് ജനപ്രതിനിധികളും നഗരഭരണാധികാരികളും നിസ്സംഗതയുടെ മൂടുപടത്തിൽ ഒളിച്ചപ്പോൾ നടപ്പാതയുടെ ഉദ്ദേശലക്ഷ്യം തന്നെ നടപ്പായോ എന്ന് സംശയമാണ്. ഇന്ന് ഏതോ പ്രകൃതി സ്നേഹി നട്ടുപിടിപ്പിച്ച ഇല്ലിച്ചെടി വളർന്ന് ഇല്ലിക്കാടായി മാറിയപ്പോൾ സ്ഥിര സന്ദർശകനായ ഒരാൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകേണ്ടി വന്നു ഇതൊന്ന് വെട്ടിനീക്കാൻ. കൃത്യമായ പരിപാലനമില്ലാതെ 60ഓളം വഴിവിളക്കുകൾ തെളിയാതായിട്ട് 4 വർഷം പിന്നിടുന്നു. ഇഴജന്തുക്കളുടെ സാന്നിധ്യവും വഴിവിളക്കുകളില്ലാത്തതും നാട്ടുകാരായ സന്ദർശകരെ പോലും ഇവിടെ നിന്ന് അകറ്റുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ നടപ്പാതയുടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മൂവാറ്റുപുഴക്കാരുടെ ഈ സ്വപ്ന പദ്ധതി സംരക്ഷിക്കാൻ തയ്യാറാവണമെന്ന് സ്ഥിര സന്ദർശകനായ പ്രമോദ് കുമാർ MCV ന്യൂസിനോട് പറഞ്ഞു. പകൽ സമയത്താണെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേരുന്ന നിരവധി സന്ദർശകർ ഉണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ കണ്ടമാന ആളുകൾ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു ഹാങ് ഓവറിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വാക്വേയിലേക്ക് ഈ കാണുന്ന ഇല്ലിത്തുറു ഇങ്ങനെ അടിഞ്ഞ് കീപ്പോട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഇപ്പോൾ വേണ്ട വിധത്തിൽ അത് ഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ഈ വഴി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ സ്ഥിരം എത്തുന്ന നടക്കാൻ രാവിലെയും വൈകുന്നേരവും ആയിട്ട് നടക്കാൻ എത്തുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് തടസ്സമാണ്. കാഴ്ചക്കാരായി എത്തുന്ന ആളുകൾക്ക് തടസ്സമാണ്. ഇന്നലെ തന്നെയാണെങ്കിലും ഇന്നലെ ഞായറാഴ്ച ഏതാണ്ട് 200-ലധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങളിവിടെ നിന്ന സമയം കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്ത് ഭംഗിയായി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചക്കാർക്കും അതൊരു നല്ല അനുഭവമായിരിക്കും. അധികാരികൾ നിസ്സംഗത വെടിഞ്ഞ് പ്രശ്നത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.